കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം. നല്ല വചനം പേജിലൂടെ രക്ഷാനഷ്ട സാധ്യതകൾ സൂചിപ്പിക്കുന്ന വചനഭാഗങ്ങളുടെ ഒരു വിശകലനമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ ഗലാത്യ ലേഖനത്തിൽ നിന്ന്, ഇതുവരെ കൊരിന്ത്യരിൽ നമ്മൾ പഠിച്ചത് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 19-ാം വാക്യമാണ് നമ്മുടെ വിചിന്തനത്തിന് ആധാരമായി ഇരിക്കുന്ന വേദഭാഗം. അവിടെ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: പൗലൂസ് ഗലാത്യ വിശ്വാസം പറയുകയാണ്, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. ശ്രദ്ധിച്ച് കേൾക്കണം, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ. ഇവിടെ അപ്പോസ്തലൻ ഗലാത്യർക്കായി പ്രസവവേദനപ്പെടുന്നു എന്ന് പറയുന്നത് കൊണ്ട് നോക്കണം, ഒരു കൺഫൈൻമെന്റ് പെയിനാണ് അപ്പോസ്തലന് ഇവിടെ ഗലാത്യ വിശ്വാസികൾ ഉണ്ടാകുന്നത്. അങ്ങനെ പറയുന്നുണ്ട്, വീണ്ടും ജനനം നഷ്ടമായി പോയെന്നും അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോയെന്നുമാണ് ഈ വേദഭാഗം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ വ്യാഖ്യാനിക്കുന്നത്. ഇതിന്റെ മറുപടിയാണ് ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ, മുൻ വചനഭാഗങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ, പുത്രത്വം ഒരു കാരണവശാലും രക്ഷിക്കപ്പെട്ടവരുടെ നഷ്ടപ്പെടുന്നില്ല. അത് വ്യക്തമായി വചനത്തിന്റെ പിന്തുണയോടെ നമ്മൾ തെളിയിച്ച വിഷയമാണ്. ഗലാത്യർക്കും നഷ്ടപ്പെട്ടിട്ടില്ല. ഗലാത്യയിലെ വിശ്വാസികളുടെ രക്ഷ നഷ്ടപ്പെട്ടതായിട്ടോ അവരുടെ പുത്രത്വം നഷ്ടപ്പെട്ടതായിട്ടോ പൗലോസ് അപ്പോസ്തലൻ അവിടെ ഒരു വാക്കും പറഞ്ഞിട്ടില്ല. ഈ ലേഖനം എഴുതുന്ന സമയത്തും അപ്പോസ്തലൻ കാഴ്ചപ്പാടിൽ അവർ ദൈവമക്കൾ എന്ന വർത്തമാനകാല രൂപത്തിൽ പറയുന്നത് ഗലാത്യർ 3:26 രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുന്ന സമയത്തും അവർ ദൈവത്തിന്റെ മക്കൾ തന്നെയാണ്, അവർ രക്ഷിക്കപ്പെട്ടവർ തന്നെയാണ്, അവർ പക്കാ വിശ്വാസികൾ തന്നെയാണ്. ഗലാത്യർ 3:26 പറയുന്നു, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാർ ആകുന്നു. പൗലോസ്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ എൻ്റെ കുഞ്ഞുങ്ങളെ എന്ന് പൗലോസ് പറയുമ്പോൾ അവരുടെ രക്ഷ നഷ്ടപ്പെട്ടതിൽ തനിക്കുള്ള ദുഃഖമാണ് പൗലോസ് പറയുന്നത് എന്ന് വ്യാഖ്യാനിച്ചാൽ പൗലോസ് ഈ ഗലാത്യർ 3:26 പറയുന്നത് ഇങ്ങനെയായിരുന്നില്ല. മറിച്ച് ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാർ ആയിരുന്നു എന്ന് പറയണം. എന്നാൽ അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ അല്ല എന്നുള്ള അർത്ഥമാണ് പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല പറയുന്നത്, ക്രിസ്തുയേശുവിലെ വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ പുത്രന്മാർ ആകുന്നു. അവരുടെ ജനനത്തിന് കോട്ടം ഭവിക്കുകയോ ജനനാവകാശത്തിന് മാറ്റം വരികയോ ചെയ്തിട്ടില്ല. അപ്പൊ അവർ വീണ്ടും ജനിച്ചവരുടെ വീണ്ടും ജനന അനുഭവത്തിനോ വീണ്ടും ജനനത്തിന്റെ അവകാശത്തിനോ യാതൊരു മാറ്റവും ഇതുവരെയും സംഭവിച്ചിട്ടില്ല. ദൈവാത്മാവിനെ അവർ ധാരാളമായി പ്രാപിച്ച് കൃപാവരങ്ങളാൽ വീര്യപ്രവൃത്തികൾ നടന്നും കൊണ്ടും ഇരിക്കുന്നുവെന്ന് 3-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തിൽ നമുക്ക് പൗലോസ് പറഞ്ഞ നേരിട്ട് പറയുന്നുണ്ട്. അപ്പോസ്തലൻ അവിടെ നിന്ന് പോയ ശേഷം, ഇവിടെ നിന്ന് ഗലാത്യയിലെ വിശ്വാസികളുടെ ഇടയിൽ നിന്ന് അപ്പോസ്തലനായ പൗലോസ് പോയ ശേഷം ന്യായപ്രമാണ ഉപദേഷ്ടാക്കന്മാർ വന്ന് ന്യായപ്രമാണ കർമ്മങ്ങളെക്കുറിച്ചും പ്രസംഗിച്ചു. അത് നിമിത്തം ക്രിസ്തുവിനെ കുറിച്ചുള്ള അടിസ്ഥാന ഉപദേശം അവർ വ്യതിചലിക്കുകയും ന്യായപ്രമാണവും കൂടെ പിടിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ആദ്യ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹം എഴുതുന്നത്. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചാൽ നിങ്ങൾ ക്രിസ്തുവിൽ ഭാഗ്യവാന്മാർ എന്നാണ് എബ്രായ ലേഖനം 3:6-14 വാക്യങ്ങൾ വായിക്കുന്നത്. അങ്ങനെ ആദ്യ വിശ്വാസം അവസാനം വരെയും മുറുകെ പിടിച്ച് അത് കാത്തു സൂക്ഷിച്ചാൽ തിമോത്തിയോസിന്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ പറയുന്ന പോലെ നീതിയുടെ കിരീടം അവർ പ്രാപിക്കും, നമ്മളും പ്രാപിക്കും. ഇവിടെ ശ്രദ്ധിക്കണം, ഈ ഗലാത്യയിലെ പാപികളായിരുന്ന ആളുകൾ രക്ഷിക്കപ്പെടാൻ മുഖാന്തരമായത് പൗലോസ് അവരോട് പ്രസംഗിച്ച സുവിശേഷമാണ്. അത് പൗലോസോട് ചോദിക്കുന്നു, നിങ്ങൾ നീതീകരിക്കപ്പെട്ടത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ അതോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ? അപ്പൊ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലല്ല, വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലും വിശ്വാസത്താലുമാണ് അവർ രക്ഷിക്കപ്പെട്ടത് എന്ന് പൗലോസ് തന്നെ അവിടെ പറയുകയാണ്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ഈ ന്യായപ്രമാണ തൽപരരായ സഹോദരന്മാര് യഹൂദ്യയിൽ നിന്ന് വന്നിട്ട് ഗലാത്യയിലെ സഭകളിൽ നൂണുകടന്ന് അവരോട് പറഞ്ഞു, നിങ്ങളുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം?
നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചാൽ മാത്രം പോരാ, അല്ലെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ചാൽ മാത്രം പോരാ. മോശയുടെ ന്യായപ്രമാണ ആചാര മര്യാദ പ്രകാരം കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് നിങ്ങളുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ന്യായപ്രമാണം ആചരിക്കുകയും അതുപോലെ തന്നെ പരിച്ഛേദന നിങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ന്യായപ്രമാണം ആചരിക്കുക, പരിച്ഛേദന ഏൽക്കുക, ഈ രണ്ട് കാര്യങ്ങൾ കൂടെ നിങ്ങൾ ചെയ്താൽ മാത്രമേ നിങ്ങളുടെ രക്ഷ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. അപ്പൊ വാസ്തവത്തിൽ അവിടെ സംഭവിച്ചത് ഇതാണ്. ന്യായപ്രമാണ തൽപരരായ ആളുകൾ അവരെ പറയുകയാണ്, രക്ഷിക്കപ്പെടണം എങ്കിൽ, അതായത് രക്ഷ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ കേവലം കർത്താവായ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചെന്ന് ഒരാൾ അവകാശപ്പെട്ടാൽ പറ്റുകയില്ല. പിന്നെന്ത് ചെയ്യണം? ന്യായപ്രമാണത്തിലെ ചില കാര്യം കൂടെ അനുസരിക്കണം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പരിച്ഛേദന എന്ന് പറഞ്ഞാൽ അവരുടെ രക്ഷ. ഈ യഹൂദിയിൽ നിന്ന് വന്ന വിശ്വാസികളായ ആളുകൾ പഠിപ്പിച്ച വിപരീത ഉപദേശം എന്ന് പറയുന്നത്, ഈ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയാലുള്ള രക്ഷയെ ന്യായപ്രമാണവും കൂടെ മിക്സ് ചെയ്തിട്ട് ന്യായപ്രമാണം പ്ലസ് കൃപയുടെ പ്രമാണം ഈസ് ഈക്വൽസ് ടു സാൽവേഷൻ, ന്യായപ്രമാണാചരണം പ്ലസ് കൃപയുടെ പ്രമാണം റിസൾട്ടഡ് ഇൻ സാൽവേഷൻ എന്നാണ് പഠിപ്പിച്ചത്. അത് തെറ്റാണ്. അതുകൊണ്ടാണ് പൗലോസ് എന്നോട് പറയുമ്പോൾ, ഞങ്ങൾ നിങ്ങളോട് സുവിശേഷം ഒഴികെ ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് വേറൊരു ദൂതനാകട്ടെ നിങ്ങളോട് വേറൊരു സുവിശേഷം അറിയിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകുന്നു എന്ന് പറയുന്നത്. ഗലാത്യർക്ക് ആദ്യ അപ്പോസ്തലൻ ക്രിസ്തുവിനെ വരച്ചു കാണിച്ച പോലെ പ്രസംഗിച്ച് കേൾപ്പിച്ചു. അതാണ് 3-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗത്തിൽ, ഹാ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ, കർത്താവായ യേശുവിനെ ക്രൂശിക്കപ്പെട്ടവനായി നിങ്ങളുടെ കണ്ണിന്റെ മുമ്പാകെ വരച്ചു കാട്ടിയിരിക്കെ നിങ്ങളെ ക്ഷുദ്രം ചെയ്ത് മയക്കിയത് ആർ എന്ന് പൗലോസ് ചോദിക്കുന്നു. ആകയാൽ വീണ്ടും അതിനായി ബന്ധപ്പെടുന്നത് എന്ന് ആദ്യം തന്നെ പൗലോസ് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനിയും ഇപ്പോൾ എഴുതുന്ന കാര്യം നോക്കണം. വളരെ ശ്രമകരമായിരുന്ന ആ കാലത്ത് ഈ 6 അധ്യായങ്ങൾ അപ്പോസ്തലൻ സ്വന്തം കയ്യാൽ എഴുതുകയാണ്. എഴുത്ത് വളരെ ശ്രമകരമായിരുന്ന ആ കാലഘട്ടത്തിൽ ഈ ഗലാത്യ ലേഖനത്തിന്റെ 6 അധ്യായങ്ങളും പൗലോസ് സ്വന്തം കയ്യിൽ പൗലോസ് ഞാൻ സ്വന്തം കയ്യാൽ ഇത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. 6-ാം അധ്യായം 1-ാം വാക്യം, വിശ്വാസത്യാഗത്തിന്റെ ഫലത്തെ ഓർത്തും ഉപദേശം തെളിയിക്കുവാനുള്ള തൻ്റെ ഭാരത്തോടും കൂടി എഴുതുന്നതുകൊണ്ടാണ് പ്രസവവേദന എന്ന വാക്ക് പറയുന്നത്. ചുരുക്കം ഒന്നുകൂടെ വ്യക്തമായി പറയാം, ന്യായപ്രമാണ തൽപരരായിരുന്ന യഹൂദിയിൽ നിന്ന് വന്ന വിശ്വാസികളായ ആളുകൾ ഈ നിഷ്കളങ്കരായ വിശ്വാസികളെ രക്ഷയുടെ ഉപദേശം സംബന്ധിച്ച് വ്യതിചലിപ്പിക്കുവാൻ, അതായത് ആദ്യ വിശ്വാസത്തിൽ നിന്ന് ക്രിസ്തുവേശുള്ള വിശ്വാസത്തെ വ്യതിചലിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവരോട് യഥാർത്ഥമായ ഉപദേശത്തിന്റെ സത്യത്തെ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനും അതുപോലെ തന്നെ അത് അവർ ഗ്രഹിക്കാൻ തനിക്ക് അത്രമാത്രം കഴിയേണ്ടതിനുള്ള ആത്മഭാരം തൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞിട്ടുമാണ് അദ്ദേഹം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവനായ എൻ്റെ കുഞ്ഞുങ്ങളെന്ന് പറയുന്നത്. അല്ല അവരുടെ രക്ഷ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള കാഴ്ചപ്പാടിൽ അല്ല. ഉരുവാകുക എന്ന പദവും പ്രത്യേകം അർത്ഥമുള്ളതാണ്. ഇവിടെ ക്രിസ്തു നിങ്ങൾ ഉരുവാകുമ്പോഴും ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നവരായ കുഞ്ഞുങ്ങളെ എന്ന് പറയുന്നതുകൊണ്ട് അവർ ഇതിനു മുമ്പ് രക്ഷിക്കപ്പെട്ടിട്ടും ക്രിസ്തു അവരിൽ ഉരുവായിരുന്നില്ല എന്ന് ചില വ്യാഖ്യാനിക്കുന്നു. റോമർ 2:19 ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും അനുഭവം ന്യായപ്രമാണം ലഭിച്ചുകൊണ്ട് എന്ന് പറയുന്നിടത്ത് സ്വരൂപം, ന്യായത്തിൻ്റെയും സത്യത്തിൻ്റെയും സ്വരൂപം ന്യായപ്രമാണത്തിൽ ലഭിച്ചത് കൊണ്ട് എന്ന് പറയുന്നിടത്ത് സ്വരൂപം എന്നതിനെ വെച്ചുള്ള പദത്തിൽ നിന്നാണ് ഉരുവാകുക എന്ന പദം ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, അതേ ആശയം തന്നെയാണ് ഇവിടെയും ആ പദം പറയുന്നത്. സ്വരൂപം എന്ന അർത്ഥത്തിലാണ് ഉരുവാകുക എന്ന് പറയുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ഉപദേശ സത്യം അവരിൽ ആക്കുന്നതിനുള്ള പ്രയത്നമാണ് ഈ ലേഖനത്തിൽ കാണുന്നത്. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരമുള്ള രക്ഷാമാർഗത്തെ ഗലാത്യയിലെ വിശ്വാസികളുടെ ഹൃദയത്തിൽ രൂഢമൂലമാക്കി തീർക്കുന്നതിന് വേണ്ടിയുള്ള പൗലോസിന്റെ പ്രയത്നം, ആ പ്രയത്നമാണ് ഈ ലേഖനത്തിൽ മൊത്തമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റൊരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എഫേസ്യർ 3:17 പറയുന്ന പ്രകാരം ക്രിസ്തു വിശ്വാസത്താൽ അവരുടെ ഹൃദയങ്ങളിൽ വസിക്കുക, അതാണ് വളരെ കാണുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള അവർ നിശ്ചയം പ്രാപിച്ച ഉപദേശ സത്യത്തിൽ നിന്ന് യാതൊരു നിലയിലും അവർ വ്യതിചലിച്ചു പോകാൻ പാടില്ല എന്നുള്ളതാണ്. കൊലോസ്യർ 1:27 ക്രിസ്തു ഒരുവനിലാകുന്നതും ക്രിസ്തു വിശ്വാസത്താൽ ഒരുവനിൽ വസിക്കുന്നതും രണ്ട് കാര്യങ്ങളാണ്. ക്രിസ്തു ഒരുവനിലാകുന്നത് രക്ഷിക്കപ്പെടുമ്പോഴാണ്. ക്രിസ്തു ഒരുവനിൽ വിശ്വാസത്താൽ വസിക്കുക എന്ന് പറഞ്ഞാൽ അത് യാതൊരു വിശ്വാസത്തെ
അവർ ഹൃദയത്തിൽ സ്വീകരിച്ചു. ആ വിശ്വാസം അങ്ങനെ തന്നെ മുറുകെ പിടിക്കുമ്പോഴാണ്. പക്ഷേ വിശ്വാസത്താൽ ക്രിസ്തു ഉള്ളിൽ വസിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ വിശ്വാസ സത്യം നമ്മൾ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ സിംഹാസനസ്ഥനായി എന്ന് പറയുന്നത് കൊണ്ട് മാത്രം നമുക്ക് ആ രക്ഷയുടെ സന്തോഷം അനുഭവിക്കാൻ കഴിയില്ല. കുറച്ച് എന്ത് ചെയ്യണം? നമ്മൾ വിശ്വാസ സത്യം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം താറുമാറായി പോകും. ജീവിത രക്ഷ ലഭിക്കുകയില്ല എന്നായി പറഞ്ഞു ചുരുക്കം. അല്ല, ആത്മരക്ഷ നഷ്ടപ്പെട്ടു പോകുന്നതല്ല. ആത്മരക്ഷ സ്ഥിരമായിരിക്കുന്നതും ജീവിതരക്ഷ നഷ്ടപ്പെടുന്നതും തമ്മിൽ പല ഭേദഭാവങ്ങൾ കൊണ്ടും ഞാനിതിനു മുമ്പ് തെളിയിച്ചിട്ടുള്ളതാണ്. പ്രതിഫലം പ്രാപിക്കുകയുമില്ല. രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ തങ്ങൾക്ക് ഏൽപ്പിച്ചു കിട്ടിയ അതിപരിശുദ്ധമായ വിശ്വാസത്തെ മുറുകെ പിടിച്ചാൽ പിടിക്കാതെ ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിക്കാതെ പോയാൽ അവർക്കുള്ള പ്രതിഫലം ലഭിക്കാതെ പോകും എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആ പ്രതിഫലം നിറവടിയായി പ്രാപിക്കാൻ തക്കോണം അവർ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നാണ് പൗലോസ് പറയുന്നത്. അതിനായിട്ടാണ് വിശ്വാസികൾക്ക് വേണ്ടി അധ്വാനിക്കുന്നത്. അല്ലാതെ ഇവരുടെ രക്ഷ അയ്യോ നഷ്ടപ്പെട്ടു പോയല്ലോ, ഇനി എങ്ങനെ ഇവർ സ്വർഗത്തിൽ പോകും, ഇവർക്ക് രക്ഷിക്കപ്പെടാൻ ഇനി ഒരു മാർഗമില്ലല്ലോ, എൻ്റെ ദൈവമേ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് പൗലോസോടെ വിലാപഗീതം പാടുകയല്ല. മറിച്ച് പൗലോസ് പറയുകയാണ്, നിങ്ങൾ വിശ്വാസം, ആദ്യ വിശ്വാസം അത് അവസാനത്തോളം മുറുകെ പിടിക്കണം. അങ്ങനെ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ക്രിസ്തുവിൽ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കും. ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് പ്രശംസ ഉണ്ടാകും എന്നാ പറയുന്നതിൻ്റെ അർത്ഥം. നിത്യത ചെല്ലുമ്പോൾ ഈ സത്യവിശ്വാസം കൈക്കൊണ്ട ശേഷവും ആ വിശ്വാസത്തിൽ നിലനിൽക്കാതെ പോയ പല ആളുകളും കർത്താവിന് മുമ്പാകെ ലജ്ജിക്കുവാൻ ഇടയായിത്തീരും. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ഈ വചനസത്യം അതിന്റെ പശ്ചാത്തലത്തിൽ ആ നിലയിൽ മനസ്സിലാക്കുന്നതിന് പകരം തെറ്റായ ഒരു വ്യാഖ്യാനത്തിലൂടെ അത് ചിന്തിച്ചു വെച്ച ശേഷം ആത്മരക്ഷ നഷ്ടപ്പെട്ടു പോകും എന്ന് പഠിപ്പിക്കുന്നത് ഗുരുതരമായ ദശയാണ് എന്നുള്ളത് ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുന്നു.